OnePlusന്റെ Nord സീരീസിൽ പുതിയതായിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്ന സ്മാർട്ട് ഫോണാണ് OnePlus Nord 2 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ. സോ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ലോഞ്ച് എന്ന് പറയുന്നത് ജൂലൈ 22 ഈ ഒരു ലോഞ്ചിന് മുന്നേ തന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ എന്നും അപ്ലോഡ് ചെയ്യുന്ന ടെക് വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. നേരെ വീഡിയോയിലേക്ക്. സോ ആദ്യം തന്നെ നിങ്ങൾ അറിയേണ്ടത് OnePlusന്റെ ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺ സീരീസിൽ വരുന്ന സ്മാർട്ട് ഫോണുകളാണ് നോട്ട് സീരീസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു നോട്ട് സീരീസിൽ ഫസ്റ്റ് നോഡ് എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ വളരെയധികം നല്ല വിജയം കൈവരിച്ച ഒരു ബഡ്ജറ്റ് നോട്ട് സ്മാർട്ട് ഫോണാണ്, അല്ലെങ്കിൽ OnePlus സ്മാർട്ട് ഫോണാണ്. എന്നാൽ നോട്ട് CE 5G എന്ന് പറയുന്ന അടുത്ത സ്മാർട്ട് ഫോൺ വന്നു കഴിഞ്ഞപ്പോൾ വൻ തോൽവിയായിപ്പോയി. കാരണം അതിൻ്റെ സ്പെക്കും അതിൻ്റെ പ്രൈസുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തൊരു കളിയായിരുന്നു അവിടെ കളിച്ചത്. എന്നാൽ ഈ പ്രാവശ്യം വരാൻ പോകുന്ന OnePlus Nord 2 5G എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ അത്യാവശ്യം വാല്യൂ ഫോർ മണി സ്മാർട്ട് ഫോൺ തന്നെയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേയുടെ ഭാഗത്തേക്ക് പോകാം. സോ ഡിസ്പ്ലേ സ്പെക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന 6.43 ഇഞ്ചിന്റെ ഒരു സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് ലഭിക്കുന്നത്. സോ ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ, അത് ബഡ്ജറ്റ് ഞാൻ അവസാനം പറയും, ആ ഒരു ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ ആ ഒരു ബഡ്ജറ്റിന് നമുക്ക് 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് വരെ ലഭിക്കുന്ന സ്മാർട്ട് ഫോണുകളുണ്ട്. എന്നാൽ ഇവിടെ നമുക്ക് 90 ഹെർട്സ് ലഭിക്കുന്നുള്ളൂ. എനിക്കൊന്ന് നോട്ട് സീരീസ് ആയതുകൊണ്ടായിരിക്കും 90 ഹെർട്സ് തന്നെ അവർ പിന്താങ്ങി വരുന്നത്. ഇറ്റ്സ് ഓക്കെ, 90 ഹെർട്സ് ആണെങ്കിലും അത്യാവശ്യം നല്ല ഫ്ലുവൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ സൈഡ് നോക്കുമ്പോൾ Gorilla Glass 5ന്റെ പ്രൊട്ടക്ഷൻ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ലഭിക്കുന്നത്. പ്ലാസ്റ്റിക് റിമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സൈഡിലായിട്ട്. എന്നാൽ നോഡിൽ എനിക്ക് തോന്നുന്നു മെറ്റാലിക് റിംസ് ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ അത് നോക്കുമ്പോൾ ഒരു ഡൗൺ ഗ്രേഡാണ്. എന്നാലും ബിൽഡ് വന്നു കഴിയുമ്പോൾ അത്യാവശ്യം ഓക്കെ ആണ് ഇവിടെ നൽകിയിരിക്കുന്ന ബിൽഡ് എന്ന് പറയുന്നത്. പെർഫോമൻസ് സെഗ്മെന്റ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന MediaTekന്റെ Dimensity 1200 SoC ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നത്. MediaTekന്റെ ഫ്ലാഗ്ഷിപ്പ് ലെവൽ SoC ആണ് 1200 SoC. ഗെയിമിംഗ് പെർഫോമൻസ് ആണെങ്കിലും ഡേ ടു ഡേ ലൈഫ് ആണെങ്കിലും പക്ക സ്മൂത്ത് ആയിരിക്കും. എന്നാൽ പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫോമൻസ് സ്റ്റെബിലിറ്റി കാണത്തില്ല. സ്നാപ്ഡ്രാഗണിൻ്റെ അത്രയും സ്റ്റെബിലിറ്റി കാണത്തില്ല. എനിക്ക് തോന്നുന്നു ചിപ്പിൻ്റെ ഷോർട്ടേജ് മൂലമായിരിക്കും ഈ ഒരു MediaTekന്റെ ചിപ്സെറ്റ് അവർ യൂസ് ചെയ്യുന്നത്. സോ അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ഇതൊരു വലിയ ഇഷ്യൂ ഒന്നുമില്ല. അതുപോലെ തന്നെ ഇതൊരു 5G ചിപ്സെറ്റാണ്. സോ എന്തായാലും 5G നമുക്ക് ലഭിക്കും. എത്ര ബാൻഡ്സ് കാണുമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇത്രയും നാളും വന്ന OnePlus സ്മാർട്ട് ഫോണിലല്ല നമുക്ക് ഒറ്റ ബാൻഡ് ലഭിക്കത്തുള്ളൂ. ഫ്ലാഗ്ഷിപ്പ് ലെവൽ സ്മാർട്ട് ഫോണിൽ പോലും നമുക്ക് ഒറ്റ ബാൻഡ് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. സോ ഇതിലും എത്ര എണ്ണം ലഭിക്കും എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കത്തില്ല. അതുമാത്രമല്ല ഔട്ട് ഓഫ് ദ ബോക്സ് തന്നെ നമുക്ക് Android 11 പ്രതീക്ഷിക്കാൻ സാധിക്കും. സോ OnePlusന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഓക്സിജൻ വോയിസ് വിട്ട ഒരു കളി കളിക്കാൻ പോകുന്നത്. അതായത് ഓക്സിജൻ വോയിസും അതുപോലെ തന്നെ കളർ വോയിസും കൂടെ മിക്സഡ് ആയിട്ടുള്ള ഒരു വോയിസ് ആയിരിക്കും വരുന്നത്. ഇതിൻ്റെ പേര് ഓക്സിജൻ വോയിസ് എന്ന് തന്നെ ആയിരിക്കും. സോ പെർഫോമൻസ് എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം തമ്പുരാനെ അറിയത്തുള്ളൂ എങ്ങനെ ഇരിക്കുമെന്നുള്ളത്. എനിക്ക് വലിയ നിശ്ചയമൊന്നുമില്ല. കാരണം അത്യാവശ്യം നല്ല സമയം തന്നെ വേണം ഒരു OS അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു UI കാറ്റഗറൈസ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. സോ അതിനുള്ള സമയം അവർക്ക് ലഭിച്ചോ എന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല. ഈ ഒരു സ്മാർട്ട് ഫോൺ വന്നു കഴിയുമ്പോൾ മാത്രമേ അറിയത്തുള്ളൂ. സോ ആ ഒരു പെർഫോമൻസ് ആയിട്ട് നോക്കുകയാണെങ്കിലും ഓക്കെ. സോ ക്യാമറ സെഗ്മെൻറ്റ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സോണിയുടെ IMX 766 ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന സെൻസർ എന്ന് പറയുന്നത്. 50 മെഗാ പിക്സലിൻ്റെ പ്രൈമറി സെൻസറാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡും അതുപോലെ തന്നെ 2 മെഗാ പിക്സലിൻ്റെ മോണോക്രോം സെൻസറും. എന്തിനാണ് ആ ഒരു സാധനം അതിനകത്ത് കയറ്റി വെച്ചേക്കുന്നത് അറിയത്തില്ല. അത് ഒരു ടെലിഫോട്ടോ ലെൻസ് വരുവാണെങ്കിൽ കുറച്ചും കൂടി ഉപകാരമുണ്ട്. ആരെങ്കിലും മോണോക്രോം യൂസ് ചെയ്യുമോ? ഞാൻ യൂസ് ചെയ്യത്തില്ല കേട്ടോ. ഞാൻ മറ്റുള്ള യൂസേഴ്സിന് യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ നമുക്കൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണമെങ്കിൽ നമുക്കൊന്ന് എഡിറ്റ് ചെയ്ത് മാറ്റാവുന്നതല്ലേ ഉള്ളൂ. ഇനി ഒരു ടെലിഫോട്ടോ വന്ന് എന്തൊരു ഉപകാരമായിരിക്കും അല്ലേ. എന്തായാലും നമുക്കത് മാറ്റി വെക്കാം. സോ സെൽഫി ക്യാമറയിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന 32 മെഗാ പിക്സലിൻ്റെ പ്രൈമറി സെൻസറാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സോണിയുടെ IMX 616 സെൻസറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ബാക്ക് ക്യാമറയുടെ വശത്തേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ ഫ്ലാഗ്ഷിപ്പ് ലെവൽ സ്മാർട്ട് ഫോൺ ഉണ്ടല്ലോ OnePlus 9. സോ ആ ഒരു സ്മാർട്ട് ഫോണിലൊക്കെ യൂസ് ചെയ്ത സെൻസറാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ചേഞ്ച് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OS മാറുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ മാറും. അതായത് വീഡിയോ എടുക്കുന്നതിൻ്റെ ഫോട്ടോ എടുക്കുന്നതും സെയിം ആയിരിക്കും, പ്രോസസ്സ് ചെയ്യുന്നത് വേറെ ആയിരിക്കും. സോ അതെങ്ങനെ ഇരിക്കും എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൈവത്തിനെ അറിയത്തുള്ളൂ. സോ ആ ഒരു സെഗ്മെൻറ്റ് നമ്മൾ നോക്കണ്ട, അത് നമുക്ക് ഫോൺ വന്നു കഴിയുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ ഇവിടെ വരുന്ന കുറച്ച് ഫീച്ചർ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇൻസ്റ്റാഗ്രാം, സ്നാപ്ചാറ്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു സോഷ്യൽ മീഡിയാസിന് വേണ്ടിയിട്ട് ഓട്ടോ കളർ ബൂസ്റ്റും അതുപോലെ തന്നെ HDR മോഡും പിന്നീട് ബിറ്റ് റേറ്റും കാര്യങ്ങളുമൊക്കെ ഓട്ടോ ബൂസ്റ്റ് ചെയ്തുകൊണ്ടുള്ളൊരു പെർഫോമൻസ് കേപ്പബിലിറ്റി ഈ ക്യാമറയിൽ ആഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് OnePlus പറയുന്നത്. സോ അതെന്തായാലും ഒരു നല്ല ഫീച്ചർ തന്നെയാണ്. കാരണം പലരും ഐഫോൺ എടുക്കുന്നത് ഈ ഒരു ഫീച്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ ആ ഒരു ഫീച്ചർ ആൻഡ്രോയിഡ് ഫോണിലേക്ക് വരുവാണെങ്കിൽ ബെസ്റ്റ് റൈറ്റ് ആ ഒരു ഫീച്ചർ എന്തായാലും ആൻഡ്രോയിഡ് ഫോണിലേക്ക് വരേണ്ടതാണ്. സോ അതെന്തായാലും ഒരു നല്ല കാര്യം തന്നെയായിരുന്നു OnePlus. സോ
സോ അതിന് നിങ്ങൾക്കൊരു ക്രെഡിറ്റ് തന്നെ വേണം. സോ ദാറ്റ് ഈസ് ഓൾസോ ഓക്കെ. ബാറ്ററി സെഗ്മെൻറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന 4500 mAh ബാറ്ററിയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഡൗൺ ഗ്രേഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല, എന്നാൽ അപ്ഗ്രേഡ് ആണോ എന്ന് ചോദിച്ചാലും ഒരിക്കലുമല്ല. ആ ഒരു ലെവലിൽ തന്നെ അവിടെ കിടക്കുകയാണ്. എന്നാൽ ചാർജിങ് ഓപ്ഷനിലേക്ക് വന്നു കഴിയുമ്പോൾ അപ്ഗ്രേഡ് ഉണ്ട്. അതായത് 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് നമുക്കിവിടെ എനേബിൾഡ് ആണ്. സോ ഈ ഒരു ഫാസ്റ്റ് ചാർജിങ് എനേബിൾഡ് ആയതുകൊണ്ട് തന്നെ 0 to 100% നമുക്ക് 30 മിനിറ്റ്സിനുള്ളിൽ ലഭിക്കും. സോ ഇതൊരു പ്രാക്ടിക്കലി ഉള്ള കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടുമാണ്. കാരണം OnePlus 9 യൂസേഴ്സ് പറയുന്നത് സെയിം തന്നെയാണ്, 30 മിനിറ്റ്സ് കൊണ്ട് 0 to 100% ആകും. എന്നാൽ ബാറ്ററി ഇഷ്യൂസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. OnePlus 9 Proയിലും 9ലും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. സോ ആ ഒരു ഇഷ്യൂ ഇവിടെ വരാതിരിക്കട്ടെ. സോ ബാറ്ററി സൈഡ് നോക്കുകയാണെങ്കിലും ഓക്കെ. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ മറ്റ് ഫീച്ചേഴ്സ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന സ്റ്റീരിയോ സ്പീക്കേഴ്സ് അല്ലെങ്കിൽ ഡുവൽ സ്പീക്കേഴ്സ് ആയിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നത്. UFS 3.1 ആയിരിക്കും സ്റ്റോറേജ് എന്ന് പറയുന്നത്. സോ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്ന ആ ഒരു ഫീച്ചറാണ്. ഹെഡ്ഫോൺ ജാക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഹെഡ്ഫോൺ ജാക്കിൻ്റെ കാര്യം അവർ പറഞ്ഞിട്ടില്ല. അതുമാത്രമല്ല നോട്ടിഫിക്കേഷൻ സ്ലൈഡർ അവരെടുത്ത് മാറ്റിയിരുന്നു. സോ അതും അവിടെ കാണുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല. സോ അത് രണ്ടും നമുക്കിങ്ങനെ ഒരു വെയിറ്റിംഗ് ലിസ്റ്റിൽ കിടക്കുന്ന ഒരു സംഭവങ്ങളാണ്. പിന്നീട് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വേരിയൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 8GB 128GB വേരിയൻറ്റും അതുപോലെ തന്നെ 12GB 256GB വേരിയൻറ്റും ആണ് ഉള്ളത്. 2 കളർ വേരിയൻസ് ആണ്. ഒന്ന് ബ്ലൂവും അതുപോലെ തന്നെ ഒന്ന് വൈറ്റിഷ് കളറുമായിട്ടുള്ള 2 വേരിയൻറ്റുകളാണ്. ഇതിൻ്റെ ബേസ് പ്രൈസ് നോക്കുമ്പോൾ അതായത് 8GB 128GBയുടെ പ്രൈസ് നോക്കുമ്പോൾ 31,999, വട്ടം ഇട്ട് വരുമ്പോൾ 32,000. സോ വാല്യൂ ഫോർ മണി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു വിലയ്ക്ക് പല സ്മാർട്ട് ഫോണുകളുണ്ട് നമുക്ക് ഫ്ലാഗ്ഷിപ്പ് ലെവൽ പ്രൊസസ്സറും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത്. പക്ഷേ OnePlusൻ്റെ ഒരു ഫാൻ ബോയ് അല്ലെങ്കിൽ ഫാനുകളാണെങ്കിൽ തീർച്ചയായിട്ടും എടുക്കാൻ പറ്റുന്നൊരു സ്മാർട്ട് ഫോണാണ്. അതുമാത്രമല്ല ഓഫ്ലൈൻ സ്റ്റോറിൽ വന്നു കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും OnePlus Nord 2 5G എന്ന് പറയുന്നത്. ആ ഒരു 5Gയിൽ നല്ലൊരു ബാൻഡും കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുക്കാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെ ആയിരിക്കും OnePlus Nord 2 5G. സോ ഇത്രയുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് ആൻഡ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. പുതിയൊരു വീഡിയോ കാണുന്നവരെ അതിന് മുന്നേ ഞാൻ ഈ ഒരു വീഡിയോ പോർട്രേറ്റ് ആയിട്ട് എടുക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഫസ്റ്റ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തപ്പോൾ മൈക്ക് ഓണാക്കിയില്ലായിരുന്നു. ഞാനത് ലാൻഡ്സ്കേപ്പിലാണ് എടുത്തത്. പിന്നെ എഡിറ്റ് ചെയ്യാൻ നേരമാണ് മനസ്സിലായത് മൈക്ക് ഓണാക്കിയിട്ടില്ല. സോ പെട്ടെന്ന് ഞാൻ രാത്രിയിൽ എടുത്ത് കൂട്ടിയൊരു സെറ്റപ്പാണ്. സോ ക്ഷമിക്കുക. ഇത് ഞാൻ ഫസ്റ്റ് പറഞ്ഞാൽ നിങ്ങളെ ബോറടിപ്പിക്കാതിരിക്കുകയാണ്. ലാസ്റ്റ് വരെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ കാണുക. സോ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. പുതിയൊരു വീഡിയോ കാണുന്നതിന് വരെ ഗുഡ് ബൈ.